ഹലോ, ഹായ് വിവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഇവിടെ ഒരു സെയിൽ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് അഗ്ലോണിമ വെറൈറ്റീസ് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അഗ്ലോണിമ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ എൻ്റെ നമ്പർ കൊടുക്കാം, അതിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പറാണ് ഇടുന്നത്. വാട്സപ്പിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പിലേക്ക് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് വിളിക്കുക. അപ്പോൾ കുറച്ച് ഒരു 5-8 വെറൈറ്റീസ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന വെറൈറ്റീസൊക്കെയാണ് നമ്മളുടെ കയ്യിൽ ഉള്ള അഗ്ലോണിമ. കണ്ടോ, ഇതൊക്കെ നല്ല ചെടികളാണ് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ വന്നിട്ടുള്ളത് കയ്യിലുള്ള ചെടികളെല്ലാം ഇപ്പോൾ നല്ല നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. അപ്പോൾ അഗ്ലോണിമയുടെ ശരിക്ക് ഒത്തിരി അഗ്ലോണിമ ഉണ്ട്. അതിൻ്റെ എല്ലാം തന്നെ പേരുകളൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഈ പിക്ചർ കാണുക, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, അയയ്ക്കുക. എല്ലാം നിങ്ങൾക്ക് പേരറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ഇട്ടാലും മതി. അപ്പോൾ ഈ കാണുന്ന വെറൈറ്റിയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത്. കണ്ട്, ഇതൊരു പിങ്ക് കളറിലുള്ള ഒരു അഗ്ലോണിമയാണ്. എനിക്ക് പേര് ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ഇതിനെക്കുറിച്ച് എനിക്ക് അത്ര പേരിൽ അത്ര എനിക്ക് ഒരു ഐഡിയ ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കാണുക, കണ്ടു നോക്കൂ എങ്ങനെയുണ്ട്, ഏതൊക്കെ വെറൈറ്റി ഉണ്ട്. നിങ്ങളുടെ കയ്യിലില്ലാത്ത അഗ്ലോണിമ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. ഇതൊരു വൈറ്റ് ലീഫ് ഉള്ളതാണ്. വൈറ്റ് എന്ന് കംപ്ലീറ്റ് പറയാൻ പറ്റില്ല, ഒരു ഗ്രീൻ ഷെയ്ഡോട് കൂടെ അതിൻ്റെ ലീഫിൻ്റെ സൈഡ് കൂടെ ഒരു റിബൺ പോലെ ഒരു കളറ് പോകും. നല്ല രസമാണ് കേട്ടോ ഇത് നിൽക്കുന്നത് കാണാൻ, ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ്. അപ്പോൾ ഇത് നമ്മളുടെ കയ്യിൽ കൊടുക്കാനായിട്ടുണ്ട്, തൈകളുണ്ട്. നല്ല തണ്ടാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് കാണാൻ നല്ല, എല്ലാ അഗ്ലോണിമയും ഒരേപോലെ അല്ല, ചിലതിൻ്റെ തണ്ടിനൊക്കെ വ്യത്യാസമുണ്ട്. ഇത് വേറൊരു ടൈപ്പ് അഗ്ലോണിമയാണ്. ഇതിൻ്റെ ലീഫ് വന്നിട്ട് ഒരു പഫ് പോലെ ഇരിക്കും, നല്ല രസമാണ്. അതിൽ നിറയെ ഡോട്ടുകൾ ഉണ്ടായിരിക്കും. ഒരു വെള്ള പൗഡർ നമ്മൾ വെതറി ഇട്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും അതേപോലെ ഉണ്ടായിരിക്കും, ഒരു പഫായിട്ട് നമുക്ക് തോന്നുന്നത്. നല്ല ചെടിയാണത്, ബുഷായിട്ട്. ഇത് വേറൊരു ടൈപ്പാണ്. ഇതിൻ്റെ ഒന്നും എനിക്ക് പേരറിയാത്തത് കൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ എല്ലാം പേരൊന്നും എഴുതിയിട്ട് വളരെ ഉപകാരമായിരിക്കും. ഈ ഒരു അഗ്ലോണിമ കണ്ടോ, നല്ല രസമാണ് കേട്ടോ. വൈറ്റ് കളറിലെ ഡോട്ടൊക്കെ ആയിട്ട് അതിന് നടുവ് കൂടെ ഒരു റെഡ് കളർ പോകുന്നതുണ്ട്. അതിൻ്റെ ലീഫ്, കിളുത്ത് വരുന്ന ലീഫ് കാണാൻ നല്ല ഭംഗി, ഒരു പിങ്ക് കളറും അതിൽ ഡോട്ട്. അതിൻ്റെ തണ്ടിനും പ്രത്യേകതയാണ്, തണ്ടും പിങ്കാണ്. മറ്റേ അഗ്ലോണിമ പോലെയല്ല, തണ്ടിന് തന്നെ അതിന് പ്രത്യേക ഒരു ഭംഗിയുള്ളതാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, എന്ത് രസമല്ലേ കാണാൻ, നന്നായിട്ടുണ്ട്. അതിൻ്റെ ചില ലീഫുകൾ കണ്ടോ, ഒരു ഡോട്ടായിട്ട് വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതാണ് ഇത് ഡിഫൻബാച്ചിയയിൽ വരുന്നൊരു പ്ലാന്റ്സ് ആണ് കണ്ടോ. ഇത് അഗ്ലോണിമയുടെ സ്പീഷീസ് തന്നെയാണ്, പക്ഷെ ഇത് ഡിഫൻബാക്കിയ എന്ന് പറയുന്ന ഒരു ഇതിൽ വരുന്നൊരു അഗ്ലോണിമയാണത്. നല്ല ഭംഗിയാട്ടോ അത് കാണാൻ, നിറയെ ലീഫിൽ കളറ് വന്നിട്ട്. പക്ഷെ ഇതിൻ്റെ തൈകൾ എൻ്റെ അടുത്ത് വളരെ ചുരുക്കമാണ്. ഇതിൻ്റെ കട്ടിങ്സാണ് ഞാൻ കൊടുക്കുന്നത്. കട്ടിങ്സ് മീൻസ് അതിൻ്റെ തലഭാഗമാണ് നമ്മളുടെ അടുത്ത് എടുക്കുന്നത്. ബാക്കിയെല്ലാം പ്രൊപ്പഗേഷനായി ഒരുങ്ങി വരുന്നതേ ഉള്ളൂ. കട്ടിങ്സ് വെച്ചാൽ പെട്ടെന്നുണ്ടാവുന്നൊരു ചെടിയാണ് ഇത്. എവിടെ വെച്ചാലും എങ്ങനെ വെച്ചാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് ഈ അഗ്ലോണിമ. കാണാനും നല്ല ഭംഗിയാണ്, കുറച്ച് ഹൈറ്റിലൊക്കെ പോകുന്ന ഒരു അഗ്ലോണിമയാണ്. അടുത്ത വെറൈറ്റി ഇതാ ഈ കാണുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മൾ ഫ്രണ്ടിൽ കണ്ടൊരു വെറൈറ്റി ഉണ്ടല്ലോ, ലീഫിൽ വന്നിട്ട് സൈഡ് കൂടെ ഗ്രീൻ കളർ പോകുന്ന, അതിനെയും വെച്ചിട്ട് കുറച്ചും കൂടെ ഇത് ഗ്രീൻ ഷെയ്ഡ് ഉള്ളിലേക്കാണ് ഇതിൻ്റെ. ഇത് നോർമലാണ്, ഇത് നോർമലായിട്ടുള്ളൊരു അഗ്ലോണിമയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് ഏതാണോ ഇല്ലാത്ത അഗ്ലോണിമ വെച്ചാൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. വാട്സപ്പിൽ ചോദിച്ചോളൂ കേട്ടോ. ഈ ഒരു അഗ്ലോണിമയും വേറൊരു ടൈപ്പിൽ വരുന്നൊരു അഗ്ലോണിമ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫാണ് പ്രത്യേകത. ലീഫ് നല്ല ഭംഗിയും നല്ല കട്ടിയാണ്. ആ ലീഫിലെ യെല്ലോ കളർ അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡായി എന്തിരിക്കും. അപ്പോൾ ഞാൻ റേറ്റ് പറഞ്ഞില്ല ഇതുവരെ. നമ്മുടെ അഗ്ലോണിമയുടെ റേറ്റ് തുടങ്ങുന്നത് 80 രൂപ മുതൽ 195 രൂപ വരെയാണ് നമ്മളുടെ
പ്ലാന്റ്സിൻ്റെ വില വരുന്നത്. ഓരോ ഡിഫറെൻറ്റ് വെറൈറ്റിക്ക് ഡിഫറെൻറ്റ് പ്രൈസാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മരമുല്ല എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിച്ചായിരുന്നു. അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല, ബാക്കിയുള്ളവർക്കെല്ലാം കൊടുക്കാൻ ഉണ്ടായിരുന്നു. ചോദിച്ച അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ മരമുല്ല, നല്ല പൂത്ത് ഉലഞ്ഞിട്ടുള്ള മരമുല്ല കണ്ടോ ഇപ്പം നിൽക്കുന്നത്, നല്ല കുറ്റിയായിട്ട്. മരമുല്ലയുടെ 2 വെറൈറ്റി ഉണ്ട് നമ്മളുടെ അടുത്ത്. ഇത് അതിൻ്റെ വലുതാണ്, നല്ല മണമാണ് കേട്ടോ. ഇത് മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഒരെണ്ണം വാങ്ങിച്ച് വെക്കണം. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതിൻ്റെ റേറ്റിൽ വ്യത്യാസമുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വരെ ഞാൻ റേറ്റ് പറയുന്നതാണ്. അതേപോലെ നമ്മളുടെ അടുത്ത് കുറച്ച് അരേലിയ എന്ന് പറയുന്ന പ്ലാന്റ്സും ഉണ്ട്. ഇത് അരേലിയയുടെ ഗോൾഡൻ ആണ്. ഈ സെയിം പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അരേലിയ തരുന്നത്. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പറയാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്